ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പുത്തൻ പ്രതീക്ഷകളുമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുകയാണ്. കണി കണ്ടും കൈനീട്ടം നൽകിയും പുതുവർഷത്തെ വരവേൽക്കുന്ന വിഷുദിനം മലയാള തനിമയിലേക്കുള്ള മടങ്ങിപ്പോക്കുകൂടിയാണ്. പുലരി വെളിച്ചം പുതുവർഷത്തെ വരവേൽക്കുന്ന മേടമൊന്ന്. മലയാളത്തിന്റെ തിരുമുറ്റത്ത് വെള്ളിത്താലത്തിൽ കണിയൊരുക്കി കാത്തിരിക്കുന്നത് സമൃദ്ധിയുടെ പുതിയ കാലത്തെ. വിളവെടുപ്പിന്റെ വിഷുക്കാലത്ത് കണി കാണാൻ കാർഷിക വിഭവങ്ങൾ തന്നെ വേണം. കണിക്കൊന്നയ്ക്കും കണിവെള്ളരിക്കും കൃഷ്ണരൂപത്തിനുമൊപ്പം അവനവനെ തന്നെ കാണാൻ വാൽക്കണ്ണാടിയും. പുലർച്ചെ എണീറ്റ് പുത്തനെടുപ്പിട്ട് കണിയൊരുക്കി കണ്ണുപൊത്തി കുട്ടികളെ കണി കാണിക്കുന്നതാണ് ആദ്യത്തെ ചടങ്ങ്. ഒരാണ്ടിന്റെ നന്മകൾക്കായി പ്രാർത്ഥിച്ച് ശുഭാശംസകളോടെ കൈകളിൽ വെച്ചു നീട്ടുന്ന പുതുവർഷത്തെ ആദ്യ ധനം കൈനീട്ടം. കാരണവന്മാർക്കാണ് കൈനീട്ടം നൽകാനുള്ള ചുമതല. സ്വർണം വെള്ളികുളം പഴം പനസവും താമ്പൂലമുപ്പും തഥാ കോഴയ്ക്കായതു മാങ്ങതേങ്ങ ഫലവും ഗ്രന്ഥം കണിക്കൊന്നയും കൂഷ്മം വെള്ളരി അഷ്ടമംഗലമതും കണ്ടാൽ കണിക്കുത്തമം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കണിക്ക് ഒരുക്കേണ്ടത്. മുറ്റത്ത് പടക്കം പൊട്ടിച്ചും അടുക്കളയിൽ സദ്യ ഒരുക്കിയും രാപ്പകൽ നീളുന്ന ആഘോഷമാണ് വിഷു. പുറപ്പെട്ടു പോയവരെല്ലാം തിരിച്ചെത്തുന്ന സുദിനം. കൂടിച്ചേരലിന്റെയും തിരിച്ചുപിടിക്കലിന്റെയും ദിനം കൂടിയാണ് കണിയൊരുക്കി കടന്നു പോകുന്നത്. കാലം പോകുന്തോറും മലയാളികൾക്ക് പരിഷ്കാരമേറുകയാണ്. വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു. പക്ഷെ ഏത് നാട്ടിലാണെങ്കിലും ഈ കണിക്കാഴ്ചകൾ നമ്മളെയൊക്കെ മലയാളികളാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എത്ര ദൂരെയാണെങ്കിലും എത്ര അരികിലാണെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പോവും. വീഡിയോ ജേർണലിസ്റ്റ് ഫിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.